ഹലോ ഡിയേഴ്സ്, ടേബിൾ ടോപ്പിൽ വെക്കാൻ പറ്റുന്ന 3 ക്രിസ്മസ് ട്രീ മിനിയേച്ചേഴ്സ് കണ്ടാലോ? ഇതുപോലെ കുറച്ച് വൂളൻ ത്രെഡ്സ് നമുക്കിങ്ങനെ ചുമ്മാ കട്ട് ചെയ്ത് 20 പ്രാവശ്യം ഞാൻ ചുറ്റിയിട്ട് ഫോർക്കിൽ കട്ട് ചെയ്ത് ഇതുപോലെ കുറച്ച് പോംപോം ഹോൾസ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു കോണിൽ പേപ്പർ കോൺ ഉണ്ടാക്കി അതിൽ ഒട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ അത് നൂലിൽ ത്രെഡ് ഇങ്ങനെ മാല പോലെ ചുറ്റിയെടുത്തിട്ട് കോർത്തെടുത്തിട്ട് ഒരു മാല ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ കുറച്ചുകൂടി അതിൽ സേഫായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ ചുറ്റി ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ബീഡ്സും ലൈറ്റും സ്റ്റാറും ഒക്കെ കൊടുത്ത് ചുമ്മാ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് സ്റ്റഡി ടേബിളിലും ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാം. ഇത് നമ്മുടെ ഈസൽ സ്റ്റാൻഡിലെ നമ്മുടെ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ കുഞ്ഞൊരു സ്റ്റാൻഡാണ് ഇത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ഒരു ക്രിസ്മസ് ട്രീത്തിൽ ചുറ്റിയ ഒരു സാറ്റിൻ റിബൺ, അത് നമ്മൾ ഫ്രില്ല് പോലെയൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അത് ചുമ്മാ ഈ സ്റ്റാൻഡിൽ ചുമ്മാ ചുറ്റി ഒരു ട്രീയുടെ ഒരു ഷേപ്പ് പോലെ തോന്നുന്ന പോലെ ചുമ്മാ ഒന്ന് ചുറ്റിയെടുത്തിട്ട് അതിലും കുറച്ച് നമ്മുടെ ഫോയിൽ പേപ്പറില്ലേ, വേസ്റ്റായിട്ടൊക്കെ വരുന്ന ഫുഡൊക്കെ പൊതിഞ്ഞ് വരുന്ന കുറച്ച് ഫോയിൽ പേപ്പറൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ബോൾസൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ചുമ്മാ അതിൽ ഒട്ടിച്ചൊക്കെ വെച്ചിട്ട് താഴെ 2 സ്ട്രിങ്ങും ഒരു ഗോൾഡൻ ഒരു സ്ട്രിങ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റൊക്കെ കൊടുത്തു. ഇത് നമുക്ക് ഓഫീസ് ടേബിളിൻ്റെ മണ്ടയ്ക്കോ ചുമ്മാ ഏതെങ്കിലും ഒരു ചെറിയ ടോപ്പിൻ്റെ മണ്ടയ്ക്കൊക്കെ ഇങ്ങനെ ചുമ്മാ വെക്കാം. ഞാനൊരു ഓഫീസ് ടേബിളിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ലൈറ്റ് ഓഫ് ചെയ്ത് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയത്. പിന്നെ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് നമുക്ക് ഇതുപോലൊരു കോൺ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതുപോലെ സ്ട്രിങ് കിട്ടിയില്ല, ഈ ക്രിസ്മസിന് ഇഷ്ടംപോലെ കിട്ടുന്ന ഇതെടുത്തിട്ട് ചുമ്മാ ചുറ്റി കൊടുത്തിട്ട് അതിനും ഒരു റെഡ് ബോയും ഒരു സ്റ്റാറും ലൈറ്റും ഒക്കെ കൊടുത്തു. ഇത് 3 എൻ്റെ ക്രിസ്മസ് ട്രീസാണ്.